ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ രജത ജൂബിലിയും 22ഉം 23 ബാച്ചുകളുടെ ബിരുദദാനവും ഡോൺ ബോസ്കോ ആശുപത്രിയുടെ 30ാം വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശയാണ്. ആ പ്രത്യാശ നിങ്ങൾ മുറിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകേണ്ടത്, അല്ലേ? പ്രതീക്ഷ ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നത്? വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നത്. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിതാവോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നിത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ബൈബിളിൽ എല്ലായിടത്തും വെളിച്ചത്തെക്കുറിച്ചാണ് ക്രിസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അന്ധകാരത്തിലേക്കാണ് വെളിച്ചം വരുന്നത്, അല്ലേ? അറിവില്ലായ്മയിലേക്കാണ് അറിവായി വെളിച്ചം വരുന്നത്. ഇരുട്ടിലേക്കാണ് വെളിച്ചമായി അത് കടന്നു വരുന്നത്. ഇരുട്ടിലേക്ക് എല്ലാവരുടെയും മനസ്സുകളെ നിറയാൻ പിതാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ധകാരം മാറി വെളിച്ചമായിട്ടും കുറേ മനുഷ്യർ കുറേ കാലം അന്ധകാരത്തെ ഇഷ്ടപ്പെട്ടു വന്നു. ഉൽപ്പത്തി പുസ്തകത്തിലും വെളിച്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ആദിയിൽ ദൈവം ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചു. ആഴത്തിനു മീതെ ഇരുൾ പരന്നിരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു. ഇരുളിനെയും വെളിച്ചത്തെയും ദൈവം വേർതിരിച്ചു. അല്ലേ? കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. ഞാൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ വന്നപ്പോൾ പറഞ്ഞതാണ്, ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 29 ആ രീതിയിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞാണ്, ഡോൺ ബോസ്കോ ഹോസ്പിറ്റലും ഞാനും തമ്മിലുള്ള ബന്ധം അത് പിതാവുണ്ടാക്കിയെടുത്ത ബന്ധം തന്നെയാണ്. ഒരു സഹോദര സഹോദരി ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരെയുമാണ് അന്ന് മോൺസിഞ്ഞർ ആൽബർട്ട് ഓളൻസ്റ്റൈനും അവിടെയുള്ള ബ്രേഗൻസിലെ ഇടവക അംഗങ്ങളും ശരിയായ രീതിയിൽ ദത്തെടുക്കുകയും ഈ രീതിയിൽ ഡോൺ ബോസ്കോ വളരുവാനായിട്ട് സാമ്പത്തികമായ സഹായവും മറ്റും ചെയ്തത്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മോൺസിഞ്ഞർ ഓളൻസ്റ്റൈൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ചെയ്തു തന്ന എല്ലാ സേവനങ്ങളെയും, കോട്ടപ്പുറം രൂപതയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആത്മശാന്തി നേരുന്നു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ ഡോൺ ബോസ്കോ ആശുപത്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ മെത്രാനാകാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ദൈവം നൽകിയത് കൊണ്ടാണ് ഒത്തിരിയേറെ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാൻ, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുവാൻ ഇതുപോലുള്ള ഒരു സ്ഥാപനം ഇവിടെ പൊന്തി വരുവാൻ ഇടയായത്. ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര സ്വാഗതം ആശംസിച്ചു. ഈ സന്ധ്യയിൽ പ്രൗഢമായി സദസ്സിന് സ്വാഗതം പറയുമ്പോൾ കൃതജ്ഞതയുടെയും ചാരിതാർത്ഥത്തിൻ്റെയും സമ്മിശ്ര വികാരങ്ങളാൽ എൻ്റെ ഹൃദയം നിറയുകയാണ്. ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗ് രജത ജൂബിലിയുടെയും ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ 30ാം വാർഷികത്തിൻ്റെയും നിറവിലായിരിക്കുന്ന ഈ സമയം 22, 23 ബാച്ചുകളിലെ 50 വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ഗ്രാജുവേഷൻ സ്വീകരിക്കുന്നു എന്നതും ഏറെ അഭിമാനകരമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഡോക്ടർ രേണു കൃഷ്ണൻ, സിസ്റ്റർ ബർത്തലോമിയ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, സിനിമാ താരം വിനോദ് കെടാമംഗലം, മുൻ MP KP ധനപാലൻ, രൂപത ചാൻസലർ ഷാബു കുന്നത്തൂർ, നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ,
വൈസ് ചെയർമാൻ MJ രാജു, രൂപത വികാരി ജനറൽ ഫാദർ റോബി കളത്തിൽ, DYSP S ജയകൃഷ്ണൻ, കൗൺസിലർമാരായ സജി നമ്പിയത്ത്, EG ശശി, G ഗിരീഷ്, KJ ഷൈൻ, കുര്യൻ ജോർജ്, ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ, അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി, ഡോക്ടർ PK കുഞ്ചെറിയ, ഗീത ചാണേപ്പറമ്പിൽ, സിസ്റ്റർ പ്രിയ ജോൺ എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചവിട്ടുനാടകവും ഇതര കലാപരിപാടികളും ഉണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.